പെട്രോളിയം വില വർധനയിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുന്ന അധിക വരുമാനം വേണ്ടെന്ന് വെക്കുമോ എന്ന് പറയാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ നിരന്തരം ഉയർത്തിയിരുന്ന ആവശ്യം ഇപ്പോൾ എന്തുകൊണ്ട് നടപ്പാക്കുന്നില്ല എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ചോദ്യം. വിശദമായി പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിലക്കയറ്റം ജനജീവിതം ദുസ്സഹമാക്കി എന്ന് ആരോപിച്ചായിരുന്നു പ്രതിപക്ഷം റൂൾ 50 നോട്ടീസ് നൽകിയത്. പ്രതിപക്ഷത്തിന്റെ വാക്കൌട്ട് പ്രസംഗത്തിനിടെ BJP അംഗത്തിന് പ്രസംഗിക്കാൻ സ്പീക്കർ അവസരം നൽകിയതും വിവാദമായി. സംസ്ഥാനത്തെ അതിരൂക്ഷമായ വിലക്കയറ്റമാണ് പ്രതിപക്ഷത്തിന്റെ ആദ്യത്തെ റൂൾ 50 നോട്ടീസായി ഇന്ന് കൊണ്ടുവന്നത്. KN ബാലഗോപാലാണ് നോട്ടീസ് അവതരിപ്പിച്ചത്. പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ സംസ്ഥാന സർക്കാർ അധിക നികുതി, പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ അധിക നികുതി വേണ്ടെന്ന് വെച്ച് ജനങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞ വി ഡി സതീശൻ ഇപ്പോൾ എന്തുകൊണ്ട് അതിന് തയ്യാറാകുന്നില്ലെന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും നോട്ടീസ് അവതരിപ്പിച്ച KN ബാലഗോപാലും ചോദിച്ചത്. സർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ അതേ വാചകത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് സംസ്ഥാനത്തോട് പറയേണ്ടത്. അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അത് പാലിക്കാൻ ഇപ്പം തയ്യാറുണ്ടോ? അതാണ് വരുന്ന പ്രശ്നം. അതിനാണ് അദ്ദേഹം വിശദീകരണം യഥാർത്ഥം നൽകേണ്ടിയിരുന്നത്. പ്രതിപക്ഷത്തിലെ നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ ഭാഗികമായി ശരിയെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയത്. രൂക്ഷമായ വില കയറ്റം സംസ്ഥാനത്ത് ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാന കാരണം പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വില വർധന തന്നെയാണ്. സംസ്ഥാനത്ത് വില വർധന ഏത് തരത്തിലേക്ക് പോകും, എന്തൊക്കെ ആഘാതമുണ്ടാക്കും, എത്ര രൂപ വരെ വർദ്ധിക്കും? മെയ് 15 മുതൽ 4 തവണ വില കൂടി. അത് എവിടം വരെ എത്തി നിൽക്കും, അതിൻ്റെ ആഘാതം എത്രത്തോളം സംസ്ഥാനത്ത് ഉണ്ടാകും, അതുപോലെ എത്രത്തോളം വരുമാനമുണ്ടാകും എന്ന കാര്യം പഠിച്ച ശേഷം തീരുമാനമെടുക്കാം. നികുതി വേണ്ടെന്ന് വെക്കുന്ന തീരുമാനമെടുക്കാമെന്നാണ് സർക്കാരിൻ്റെ ആലോചനയെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മാത്രമല്ല, വിലക്കയറ്റത്തിന് കഴിഞ്ഞ സർക്കാരിൻ്റെ നയങ്ങളും വിപണി ഇടപെടലിന് സപ്ലൈകോയ്ക്ക് പണം അനുവദിക്കാത്ത അടക്കമുള്ള നയങ്ങളും കാരണമായെന്ന കുറ്റപ്പെടുത്തലും വി ഡി സതീശൻ നടത്തി. അതായത് ഡീസൽ ഇനത്തിൽ 1617 കോടി രൂപയും പെട്രോൾ ഇനത്തിൽ 1466 കോടി രൂപയും ഉൾപ്പെടെ കഴിഞ്ഞ സർക്കാരിന് 3100 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായിട്ടുണ്ട്. ഒരു രൂപ കുറച്ചിട്ടില്ല. ഞാനിത് അധിക നികുതി വരുമാനം ഉണ്ടായപ്പോൾ അതിൽ നിന്നൊരു തുക, ഒരു പെർസെൻറ്റേജ്, എൻ്റെ ചെറിയൊരു പെർസെൻറ്റേജ് എടുത്തിട്ട് ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ സഹായിക്കണം എന്ന് പറഞ്ഞു. അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ മറുപടി സഭാരേഖകളിലുണ്ട്. അത്തരം മണ്ടത്തരങ്ങൾ ഞങ്ങൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പ്രതികരണം നിർഭാഗ്യകരമെന്നായിരുന്നു പ്രതിപക്ഷത്തിൻ്റെ മറുപടി. മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയി. അതിനുശേഷം ചില നാടകീയ സംഭവവികാസങ്ങൾ സഭയിലുണ്ടായി. സാധാരണ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കൌട്ട് പ്രസംഗത്തിന് ശേഷം കക്ഷി നേതാക്കൾക്ക് സംസാരിക്കാൻ അനുമതി നൽകും. അതിനിടയിൽ BJP അംഗം ചാത്തന്നൂർ MLA, BJPയുടെ നിയമസഭാ കക്ഷി നേതാവ് BB ഗോപകുമാർ സംസാരിക്കാൻ എഴുന്നേറ്റു. ഇതിനെ പരിഹസിച്ചുകൊണ്ട് K രാജൻ പറഞ്ഞത് അദ്ദേഹത്തിന് സഭാ നടപടിയെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് സംസാരിക്കാൻ എഴുന്നേറ്റതെന്നായിരുന്നു. K രാജൻ സംസാരിച്ച ശേഷം വീണ്ടും ഗോപകുമാർ സംസാരിക്കാൻ തുടങ്ങി. ഇത് സ്പീക്കർ ആദ്യം അനുവദിച്ചെങ്കിലും പിന്നീട് അദ്ദേഹത്തിന് തൻ്റെ അബദ്ധം മനസ്സിലായി. ഒരു വ്യതിയാനം എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കക്ഷി നേതാവായ പ്രവീൺ വീണ്ടും സംസാരിക്കാനുണ്ട്. അതിന് അവസരം നൽകാതെ ഗോപകുമാർ ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തവണത്തേക്കാണ് അനുവദിക്കുന്നത്. ഇതൊരു കീഴ്വഴക്കമാകില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രശ്നം നിസ്സാരവത്കരിക്കാൻ തിരുവഞ്ചൂർ ശ്രമിച്ചു. പുതിയ മെമ്പറാണ് അദ്ദേഹം. ഇതൊക്കെ പരിചയപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹം തുടങ്ങിയ ഒരു പ്രസംഗത്തിൻ്റെ ഞാൻ ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നൊരു ആക്ഷേപം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതൊരു എക്സെപ്ഷണൽ കേസായിട്ട് ശ്രീ ഗോപൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ കേട്ടില്ല. മൈക്ക് പ്രസിഡന്റായി മാറരുത്. ഇല്ലില്ല, പ്രസിഡന്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിശദീകരണം കൂടി പറഞ്ഞത്. ഈ വിശദീകരണം പറഞ്ഞത് പ്രസിഡന്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം പുതിയ മെമ്പറാണ്. അദ്ദേഹം സംസാരം തുടങ്ങിയാണ്. ഇതിലല്ലായിരുന്നു എന്ന് വരികിൽ മെയ്ഡൻ സ്പീച്ച് എന്നുള്ളത് അദ്ദേഹത്തിനൊരു പ്രിവിലേജും ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് തുടങ്ങിയത് കഴിയുന്നത്ര വേഗം ലിമിറ്റ് ചെയ്ത് അടുത്ത വാക്കൌട്ട് പ്രസംഗത്തിലേക്ക് നമുക്ക് പോകണം. ഇതിനിടെ വിവരം അറിഞ്ഞ് പ്രതിപക്ഷാംഗങ്ങൾ സഭയിലേക്ക് തിരിച്ചെത്തി. പിണറായി വിജയൻ നേതൃത്വത്തിൽ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ ശക്തമായ പ്രതിഷേധമുയർത്തി. നയവ്യതിയാനം ശരിയല്ല, തങ്ങളുടെ അംഗത്തിന് പ്രതിപക്ഷത്തിന് സംസാരിക്കേണ്ട അവസരം, സമയം എങ്ങനെയാണ് BJPക്ക് നൽകുന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് പിണറായി അടക്കമുള്ളവർ സ്പീക്കറെ വിമർശിച്ചു. നമ്മുടെ ദീർഘമായ സഭയുടെ പ്രവർത്തന പാരമ്പര്യവും ചട്ടങ്ങളും ഒക്കെ അങ്ങക്ക് നല്ലതുപോലെ അറിയാവുന്നതാണല്ലോ. അതിൽ നിന്നുള്ള വ്യതിയാനമായി പോയത്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ഉദാരമനസ്കത വേണ്ടേ? നമുക്കൊരു ഉദാരമനസ്കതയോടുകൂടിയൊക്കെ നമ്മൾ ഇപ്പോഴേ അങ്ങനെ ശത്രുപക്ഷത്തോട്ട് പോകണ്ട. വ്യതിയാനം
ഈ വാക്കൗട്ട് പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഈ അംഗത്തിന് സമയം കൊടുക്കണമെങ്കിൽ അങ്ങയുടെ ഡിസ്ക്രിപ്ഷൻ പവർ അനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ല അങ്ങ് ചെയ്തത്. പുതിയ മെമ്പർക്ക് ചട്ടങ്ങളുടെ ലംഘനം വരുത്തിക്കൊണ്ട് അനുമതി കൊടുക്കുകയാണ് ചെയ്തത്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അങ്ങിപ്പോ പറയുന്നത് ഇതൊരു പ്രസിഡൻസ് ആയാലും ഇല്ല, പ്രസിഡന്റ് അല്ലെന്ന് ഞാൻ തന്നെ പറഞ്ഞു. അതിനുശേഷമാണ് ഗോപകുമാറിന് പിന്നീട് സംസാരിക്കാൻ അവസരം നൽകുകയും പ്രവീണിനെ തുടർന്ന് സംസാരിക്കാൻ അനുവദിക്കുകയും സ്പീക്കർ ചെയ്തത്. സ്പീക്കർ നടപടിക്കെതിരെ വി മുരളീധരൻ BJP നേതാവ് രംഗത്ത് വന്നെങ്കിലും അത് ചട്ടവിരുദ്ധമല്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ആരോപണം തള്ളിക്കളയുകയായിരുന്നു. 16ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. 99 വോട്ടുകളാണ് ഷാനിമോൾക്ക് കിട്ടിയത്. 3 പതിറ്റാണ്ടിന് ശേഷമാണ് ഒരു വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കേരള നിയമസഭയിൽ ഉണ്ടാകുന്നത്. കേരള നിയമസഭ ചരിത്രത്തിലെ 4ാമത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കർ കൂടിയാണ് ശ്രീമതി ഷാനിമോൾ ഉസ്മാന് 99 വോട്ടും കിട്ടിയിരിക്കുന്നു. 4 പേർ അബ്സ്റ്റെയിൻ ചെയ്തു. അതിലൊന്ന് സ്പീക്കർ തന്നെയാണ്. ഞാൻ വോട്ട് രേഖപ്പെടുത്തിയില്ല. ശ്രീമതി ഷാനിമോൾ ഉസ്മാനെ നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കറായി തെരഞ്ഞെടുത്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ തുടരും സിനിമയിലെ ജോർജ് സാറിനോട് ഉപമിച്ച് വിൻസെന്റ് MLA ഇന്ന് രംഗത്ത് വന്നു. നിങ്ങളൊന്നും തിരുത്താൻ പോകുന്നില്ല. നവകേരള സദസ്സിനിടയിലെ അക്രമം ആസ്വദിച്ചു. പിണറായി വിജയന്റെ മാനസികാവസ്ഥ മാറിയില്ലെന്നും വിൻസെന്റ് കുറ്റപ്പെടുത്തി. സാർ, UDFന് വോട്ട് ചെയ്ത ദശലക്ഷക്കണക്കിന് ജനങ്ങളാണോ സാർ നിങ്ങളുടെ വർഗശത്രുക്കൾ? സാർ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു തെറ്റും തിരുത്താൻ പോകുന്നില്ല. ജോർജ് സാർ ഇപ്പോഴും പഴയ ജോർജ് സാർ തന്നെയാണ് എന്ന അവസ്ഥയല്ലേ സാർ ഇന്ന് നിങ്ങളുടെ ഈ ഇതിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? കേരള കോൺഗ്രസ് എമ്മിനെയും വിൻസെന്റ് പരിഹസിച്ചു. കേരള കോൺഗ്രസിനെ ഇപ്പോൾ സഭയിൽ കാണാനില്ല. അതിലേറ്റവും അധികം ആഹ്ലാദിക്കുന്ന മാണി സാർ ആയിരിക്കും. കോഴമാണി എന്ന് വിളിച്ചവർക്ക് ഒപ്പം ചേർന്നതിൽ അദ്ദേഹം ദുഃഖിച്ചിട്ടുണ്ടാകണമെന്നും വിൻസെന്റ് പറഞ്ഞു. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന കേരള കോൺഗ്രസിനെ ഇന്നിവിടെ കാണുന്നില്ല സാർ. അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് മാണി സാറിന്റെ ആത്മാവായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർ, കോഴമാണി എന്ന് ആക്ഷേപിച്ചവരോടൊപ്പം ആ പാർട്ടി കൂടിച്ചേർന്നതിൽ മാണി സാറിന്റെ ആത്മാവ് എന്തുമാത്രം വേദനപ്പെട്ടിരിക്കും. ഇന്ന് മാണി സാർ അവരുടെ പരാജയത്തിൽ ഇന്ന് അദ്ദേഹം ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ട് സാർ. മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ നിയമസഭയിൽ ചർച്ചയാക്കി ഭരണപക്ഷം. BP സജീന്ദ്രൻ ആണ് ശ്രദ്ധ ക്ഷണിക്കലായി വിഷയം അവതരിപ്പിച്ചത്. മലയിടം തുരുത്തിലെ കുടുംബങ്ങളെ ഒരു കാരണവശാലും സർക്കാർ കൈയൊഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അധികാരമേറ്റെടുത്ത് 2ാം ദിവസം അവിടെ പോലീസ് വരികയും ചെറിയ തോതിലൊരു അനിഷ്ട സംഭവം ഉണ്ടാകുകയും, എന്നാൽ ഈ സർക്കാർ വന്നതിന് ശേഷമാണ് കുടിയൊഴിപ്പിക്കൽ നടന്നത് എന്നുള്ള രീതിയിൽ സർക്കാർ വിരുദ്ധ മാധ്യമങ്ങൾ പലപ്പോഴായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഈ പാവപ്പെട്ട പട്ടികജാതിക്കാരെ സംരക്ഷിക്കുന്ന നിലപാടെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ആവശ്യം. ഇത് പൊതുസമൂഹത്തിന്റെ ആവശ്യമാണ്. അതിൽ നടപടിയെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട സഭാ നേതാവിനോടും ആവശ്യപ്പെടുന്നു. കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. നമുക്ക് എങ്ങനെ അത് പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. ശ്രീ റോജി M. ജോണും അതുപോലെ സജീന്ദ്രനും ഒക്കെ ഇക്കാര്യത്തിൽ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി തുളസി അവിടെ സ്ഥലം സന്ദർശിച്ചിരുന്നു. ഏതായാലും വളരെ കാലം നീണ്ടുന്ന ഒരു തർക്കമാണ്. ഇതെങ്ങനെ പരിഹരിക്കാമെന്ന് ഗവൺമെന്റ് പരിശോധിക്കുന്നുണ്ട്. പ്രതിഷേധത്തിനിടെ പോലീസ് ജനങ്ങളെ മർദ്ദിച്ചില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അറിയിച്ചു. സുപ്രീം കോടതിയുടെ വിധിയാണ് നടപ്പാക്കണമെന്ന് പറഞ്ഞു. അവിടെ പോലീസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരാൾ പെട്രോള് ശരീരത്തൊഴിച്ച് തീ വെക്കാൻ ചെന്നു. പോലീസ് വാട്ടർ ക്യാൻ അടിച്ചു. അതിൽ പരിക്ക് പറ്റിയ ഒരാളാണ്. അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി. ഞാൻ അപ്പം തന്നെ അറിഞ്ഞു പോലീസ് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. ഏത് കോടതിയാണെങ്കിലും പോലീസ് അവിടെ നിന്ന് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. ഇതാണ് സംഭവം ഉണ്ടായത്. പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു അതിക്രമം അവിടെ ഉണ്ടായിട്ടില്ല. നിയമസഭയിൽ ചിരി പടർത്തി മുഖ്യമന്ത്രിയുടെ നാവുപിഴ. റൂൾ 50 ചർച്ചയ്ക്കിടെ KN ബാലഗോപാലിനെ ധനമന്ത്രി എന്ന് വിശേഷിപ്പിച്ചതാണ് ചിരി പടർത്തിയത്. ഇതിനകത്ത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞപ്പോൾ മുൻ ധനകാര്യമന്ത്രി കൂടിയായ ശ്രീ ബാലഗോപാൽ അദ്ദേഹം ബഹുമാനപ്പെട്ട അംഗം ഇത് പറഞ്ഞപ്പോൾ
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.